നാട്ടിൻപുറങ്ങളിലും പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ചില കറികൾ ഉണ്ടാവും അല്ലേ, ചില സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവിടങ്ങളിലും അങ്ങനെ ഒന്നുണ്ട്. പിട്ടിനായാലും ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും ഒക്കെ ഈ കറി ഉപയോഗിക്കാറുമുണ്ട്. അതുപോലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. സിമ്പിൾ കറിയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. പിന്നെ സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കും. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മൂടി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കപ്പ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പുഴുങ്ങിയത്. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ സവോളയിൽ വഴറ്റുമ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മുടെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കപ്പ സ്റ്റൂ റെഡിയായി. ഇത്രയും പണിയുള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കപ്പ സ്റ്റൂ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു വെക്കുക കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ കിട്ടുന്നത് കൊണ്ട് എന്താണോ വെക്കുന്നത് അത് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കഴിക്കാറുള്ളത്. ഇന്നത്തെ കാലത്ത് പല വിഭവങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലതരം വെറൈറ്റി ഉണ്ടാകും.